അപ്പോഴേ കൂട്ടുകാരെ ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എല്ലാവരും. നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ഈ ചിക്കനോ ബീഫോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര കഴുകിയാലും അങ്ങോട്ട് തൃപ്തി വരത്തില്ല കേട്ടോ. വിനാഗിരിയോ ഉപ്പോ ഒക്കെ ഇട്ട് കഴുകിയാൽ എവിടെയെങ്കിലും ബ്ലഡ് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീരെ അങ്ങോട്ട് സഹിക്കില്ല. എനിക്കല്ല, എൻ്റെ അച്ചാച്ചനെ കേട്ടോ. അപ്പോൾ അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്ത് നമ്മുടെ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂട്ടി അരച്ച മിശ്രിതം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി കൂടാതെ നമ്മുടെ ഒരു തവി കാണിക്കുന്നുണ്ട്. ഈ തവിയിൽ ഞാൻ 2 സ്പൂൺ കോഴി മസാല, അതായത് നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ, കോഴി മസാല എന്ന് പറയാൻ പാടില്ല കേട്ടോ. കോഴി ചത്ത് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറി ഇങ്ങനെയൊക്കെയാണ്. അയ്യോ, പറഞ്ഞു വന്നത് തെറ്റിപ്പോയി. കിടക്കുന്നത് 2 സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 സ്പൂൺ ഗരം മസാല. അത് ഇപ്പോൾ ഇട്ടത് ഗരം മസാലയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് തടവിയെടുക്കണം ചിക്കനിലേ. ഇതെല്ലാം കൂടെ ഒരു തടവ് തടവിയാൽ മതി. ഒരു തടവ് തടവിയതിന് ശേഷം നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ 3 സ്പൂൺ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടത്തൈര് വേണമെന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമില്ല. ഭയങ്കര പുളിയുള്ള തൈര് വേണമെന്ന് വെച്ചാൽ അതും നിർബന്ധമില്ല. ഒരു മീഡിയം സൈസിൽ അങ്ങനെ പൊക്കോട്ടെന്നേ. അപ്പോൾ ഇനിയിപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് വിരകിക്കോ. ശരിക്കും അങ്ങോട്ട് നമ്മുടെ ഈ ചിക്കൻ കഷ്ണത്തിലൊക്കെ ഈ ഐറ്റംസ് എല്ലാം കൂടെ അങ്ങ് തേച്ച് വരിഞ്ഞ് പിടിപ്പിക്കുക. തട്ടിപ്പൊത്തി അങ്ങോട്ട് വെച്ചതിന് ശേഷം ഒരു 15-20 മിനിറ്റ് അങ്ങോട്ട് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒക്കെ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെക്കണം. ആ സമയം 15-20 മിനിറ്റ് ആകുമ്പോൾ ഇത് സെറ്റ് ആവും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പാത്രം അങ്ങോട്ട് അടുപ്പിലേക്ക് വെച്ച് ചട്ടി അങ്ങോട്ട് ചൂടായി വരുമ്പോൾ ഉണ്ടല്ലോ, എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് വെളിച്ചെണ്ണയാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് തവിട് എണ്ണയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പനുണ്ടല്ലോ, എൻ്റെ ഡാഡി RCMൻ്റെ കട നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ തവിടെണ്ണയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ എടുത്തുകൊണ്ട് വരാറുണ്ട്. അങ്ങനെ തവിടെണ്ണ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഇനി നമുക്ക് കയ്യിലുള്ള ഏത് എണ്ണയായാലും മതി. എണ്ണ അങ്ങോട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കാലും ചിക്കൻ കൈയും ഒക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ചെറിയ പാത്രം ആയതുകൊണ്ട് 2 ട്രിപ്പായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനുണ്ട്. ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഇത് കാണിക്കുന്നില്ല. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് കൂട്ടി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ട്രിപ്പ് ചിക്കൻ അങ്ങോട്ട് ശരിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ക്രിസ്പി ആയിട്ട് വറുക്കൊന്നും വേണ്ട. ഒരു നല്ലൊരു പരുവത്തിനൊരു മീഡിയം പരുവത്തിന് അങ്ങോട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് വറുത്ത് കോരുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വറുത്ത് കോരിയതിന് ശേഷം അതേ ചട്ടി തന്നെ നമ്മുടെ സെക്കൻഡ് ട്രിപ്പും കൂടി ഇട്ട് കൊടുത്ത് വറുത്ത് കോരണം. ഈ ചട്ടി തന്നെ നമുക്ക് ലാസ്റ്റ് വരെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം അടുക്കി പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അത് നമ്മൾ മൈൻഡ് ചെയ്യേ വേണ്ട. അപ്പോൾ അങ്ങനെ തീ ഇടയ്ക്ക് എപ്പോഴും ഒന്ന് കൂടിപ്പോയത് കൊണ്ടാണ് ഇത്രയും അടുക്കി പിടിച്ചത്, ഇല്ലെങ്കിൽ പിടിക്കത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നോട്ട് ദ പോയിൻറ്റ്. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് പറ്റാതിരിക്കാനാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ സെറ്റും വറുത്ത് കോരിയതിന് ശേഷം ആ എണ്ണ ബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും തീ കുറച്ച് വെച്ചിട്ട് അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുകിട്ട് പൊട്ടിക്കുന്നതോടൊപ്പം തന്നെ ഒരു 3 വറ്റൽമുളകും കൂടി ഇട്ട് അങ്ങോട്ട് പൊട്ടിക്കുന്നുണ്ട്. വറ്റൽമുളക് പൊട്ടുമോ? എന്തായാലും ശരി തന്നെ. വറ്റൽമുളക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ വെളുത്തുള്ളി കുനുകുനാന്നും അരിഞ്ഞിട്ടില്ല. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ഞാൻ പൊളിച്ച് കഴുകിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി അതൊന്ന് സെറ്റാക്കി എടുത്തു. അതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ വീണ്ടും ഞാൻ ഒരു 2-3 സവാള മീഡിയം സൈസിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ശരിക്കും അടി പിടിച്ചതായിട്ട് തോന്നുന്നുണ്ടല്ലേ. പക്ഷേ സാരമില്ല, ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് സെറ്റായി വരും ഇതെല്ലാം. കാരണം ഇത് മസാലയാണ് അടുക്കി പിടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയൊക്കെ നമുക്ക് ഇത് പറയുന്ന കണക്ക് സവാളയല്ല, തക്കാളി. സംസാരിച്ച് വരുമ്പോൾ ഒക്കെ മാറിപ്പോകുന്നു. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ തക്കാളിയും മുളകും സവാളയും എല്ലാം വഴന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ മസാല ഐറ്റംസും കൂടെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 സ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മുടെ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എരി ഇനി കൂടുതലാണ്. കാശ്മീരി മുളക് പൊടി ഇല്ല, സാധാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് വേണമെങ്കിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊടികളുടെ പച്ചമണം എല്ലാം അങ്ങോട്ട് മാറി വന്നപ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കിണ്ടം മറിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് നമ്മൾ വറുത്തെടുത്ത ചിക്കൻ പീസ് ആയതുകൊണ്ട് തന്നെ ശരിക്കും കിണ്ടം മറിച്ച് കഴിഞ്ഞാൽ അത് ഇളകി ഇങ്ങനെ പീസായി വരും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുത്തി ഇളക്കാതെ നമ്മൾ പതുക്കെ അതിന് വേദനിപ്പിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഞാൻ വേദനിപ്പിക്കാതെ ഇളക്കി കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ശരിക്കും മസാല പിടിക്കാൻ വേണ്ടിയാണ് ഈ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി 1-2 പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ഇപ്പം തന്നെ അത്യാവശ്യം ചിക്കനൊക്കെ വെന്ത് സെറ്റായതാണ്. ഇനിയുള്ള മിനുക്ക് പണികളാണ്. കാരണം നമുക്കിതിന് ചാറ് വേണം, എന്നാൽ മാത്രമേ പെറോട്ടയ്ക്കോ പൂരിക്കോ ഒക്കെ കൂട്ടാൻ പറ്റുള്ളൂ. ചപ്പാത്തിക്ക് ഞങ്ങളിവിടെ രാത്രി ചപ്പാത്തിയാണ്, ഇപ്പോൾ ചപ്പാത്തിക്കാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കി എടുത്തപ്പോഴാണ് ആലോചിക്കുന്നത്, ഇവിടെ ചിക്കൻ കഴിക്കുന്ന ആൾ മെയിനായിട്ടില്ലല്ലോ, ആളങ്ങ് കോളേജിലല്ലേ. അപ്പോൾ എന്ത് ചെയ്യും ഇത് തീരാൻ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ചപ്പാത്തിയും കൂടെ ചിക്കനും കൂടെ ഉപയോഗിക്കാം. വെളിയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ബിരിയാണി അരിയും കൂടെ മേടിച്ചുകൊണ്ട് വന്ന് നാളെ ഉച്ചക്കലത്തേക്ക് ബിരിയാണിയും കൂടെ സെറ്റാക്കിയ പെട്ടെന്ന് ഇത് തീരും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ചാറ് വേണമല്ലോ. അങ്ങനെ ആ തിളച്ച വെള്ളം എടുത്തതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഏകദേശം നമ്മളെ വീട്ടമ്മമാർക്ക് അറിയാമല്ലോ ധാരണ, ഈ അളവൊക്കെ എത്രയാവുമെന്ന്. ഏകദേശം ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെയൊക്കെ ഒന്ന് ഇളക്കി ഇനി നമുക്ക് അടച്ചു വെക്കണം കേട്ടോ. ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവും വെള്ളം. തീ ഒരു മീഡിയം സൈസിൽ വെക്കണം. കാരണം ഇത് തിളച്ച് കുറുകി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ആ സത്തിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. ഇനി അടപ്പ് തുറന്നൊരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടപ്പ് തുറന്ന് ഇളക്കി വീണ്ടും കിണ്ടം മണ്ട ഇളക്കുന്നുണ്ട്. ഇളക്കി ആ ഒരു ടേസ്റ്റിലെത്തണമെങ്കിൽ എന്ത് സാധനവും പാലാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റിലെത്തണമെങ്കിൽ ചായ ആണെങ്കിലും നന്നായിട്ട് കിടന്ന് തിളയ്ക്കണം അല്ലേ, എന്നാലല്ലേ ടേസ്റ്റിലെത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇങ്ങനെ അടപ്പെടുത്ത് അടച്ചിട്ടുണ്ട് 2 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും തുറന്ന് നോക്കി. വീണ്ടും ഒന്നും കൂടെ ഒന്ന് കിണ്ടം മറിക്കാൻ ഇളക്കി കേട്ടോ. ഒന്നും കൂടെ ഒന്ന് കിണ്ടം മറിച്ചതിന് ശേഷം കഴിഞ്ഞു, നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളുടെ ചെറിയ ഹേർട്ട് എനിക്കൊന്ന് തന്നേ. അതുപോലെ തന്നെ വിലയേറിയ അഭിപ്രായങ്ങളും പറഞ്ഞേക്കണേ. അങ്ങനെ കറിവേപ്പില ഒരു 3 തണ്ട് ഉണ്ടായിരുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കറിവേപ്പില വളരാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള ശപഥം ചെയ്തേക്കാണെന്ന പോലെയാണ്. അതിനകത്തേക്ക് തണ്ട് പിടിച്ചു വരും, ഞാൻ അങ്ങോട്ട് നുള്ളിപ്പിച്ചു. ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി. അങ്ങനെ കിട്ടിയ 3 തണ്ടുകളാണ് ഈ കാണുന്നത്. അങ്ങനെ ആ തണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടുണ്ട്. കറിവേപ്പിലയുടെ മണമൊക്കെ ഇങ്ങനെ വരുന്നു. കാരണം പച്ച കറിവേപ്പീന്ന് പിച്ചിക്കൊണ്ടുവരുന്ന ഇടുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ഇനി ഞാൻ ഇട്ട് കൊടുത്തേക്കുന്ന ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കുന്നില്ല, അടച്ചു വെക്കുകയാണ്. കാരണം ആ കുരുമുളക് പൊടിയുടെ മണം ഇങ്ങനെ വരണമെങ്കിൽ ഇളക്കാതെ തന്നെ അടച്ചു വെക്കണം. 1 മിനിറ്റ് അങ്ങനെ ഇരുന്നിട്ട് മണമൊക്കെ വന്നപ്പോഴത്തേക്ക് തുറന്നിട്ട് ഇനി നമ്മളെ കുരുമുളക് പൊടി എല്ലാത്തിലും ആവാൻ വേണ്ടി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നോ, എൻ്റെ റെസിപ്പിയാണത്. എനിക്ക് ഭയങ്കര അഭിമാനം. ഞാൻ സ്വന്തം കണ്ടെത്തിയിൽ ടേസ്റ്റ് ഉണ്ടല്ലോ, ഉണ്ടാക്കി നോക്കിയാലുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഞങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇല്ല, നിങ്ങളൊക്കെ മിടുക്കരാണ്. ഞാൻ പിന്നെ ശിശുവാണ് ഈ കുക്കിങ്ങിലൊക്കെ, അപ്പോൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. കിളവിയായി എന്നാലും കുക്കിങ്ങിൽ ശിശുവാണ്. അപ്പോൾ അങ്ങനെ സെറ്റ് മക്കളെ, സെറ്റ്. ഹായ് ഗായ്സ്, അപ്പോഴെൻ്റെ ചിക്കൻ കറി ഓക്കെ ആയി. ഇതങ്ങ് ഓഫാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്, എൻ്റെ മാത്രം റെസിപ്പിയാണ്. വേറെ എങ്ങൊന്നും കോപ്പി അടിച്ചതൊന്നുമല്ല, ആരും പഠിപ്പിച്ചു തന്നതല്ല. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ കുഞ്ഞ് ഹാർട്ട് തരണേ, അഭിപ്രായം പറയണം. ഇതിനൊക്കൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതിനൊക്കെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ, ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ബൈ.